തുടർച്ചയായി പയ്യോളി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷവും ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. UDFന്റെ തുടർന്ന് പടിഞ്ഞാറ് പയ്യോളി പ്രദേശങ്ങളിൽ ഭൂരിഭാഗം 100% കൗൺസിലേഴ്സ് ഉള്ളത് ഈ ഏരിയയിലാണ്. അവരാണ് ഈ യാത്രക്കാരും അവർ തന്നെയാണ് അവർ താമസം വിട്ടിട്ടുള്ളത്. എന്നിട്ടും ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. റോഡിന്റെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഞാനിപ്പോൾ ഒരു 3 വർഷത്തോളമായി വീട്ടിൽ സ്പൈനൽ കോഡിന് ഇഞ്ചുറി വന്നിട്ട് റെസ്റ്റിൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തെറാപ്പിക്ക് പോകാനും വരാനും എൻ്റെ വീട്ടിൽ ഒരു വണ്ടിയോ വാനോ കാറോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഓട്ടോറിക്ഷയാണ് ആശ്രയിക്കാറ്. ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ പരിചയമുള്ള ആൾക്കാർ അഞ്ചുകൊണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ കണക്കിലെടുത്തിട്ട് ഉള്ള പരിചയക്കാർ വരും. അല്ലാത്ത ആൾക്കാർ വിസ്മിനാറിലേക്ക് വരൂല എന്നാ പറയും. ഒരുപാട് രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ പ്രായമുള്ള ആൾക്കാർ ഏത് സമയത്തായി കഴിഞ്ഞാലും വൈകുന്നേരം ഒരു 5 മണി 6 മണി സമയത്ത് പയ്യോളി ടൗണിൽ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അവർ അന്നേരം പറയും വിസ്മിനാറിലേക്ക് പോകില്ല എന്ന് പറയും. ഒരു രോഗിയൊക്കെ പോകാൻ പറ്റുന്നില്ല. ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടായാലും നമുക്ക് വരുന്നില്ല വണ്ടിക്കാറ്. നമുക്ക് നടന്നു വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അതെങ്കിലും പ്രശ്നമാണ്. വണ്ടിക്കാർ ഇപ്പം തന്നെ വിജയില്ലാത്ത രോഗിനെയും കൊണ്ടുവരും വണ്ടിക്കാർ വിസ്മിനാർ റോഡ് പോക്കാണ്, വെള്ളത്തിലാണ്. റെഡിയാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ടോ? അത് ഞങ്ങൾക്ക് 100% ഉണ്ട്. അതായത് ഒരു നവംബറിൽ എന്തായാലും ഫണ്ട് പാസ്സാക്കി ടെൻഡർ വെച്ചിട്ട് ഇത് എന്തായാലും ഇത് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇതിൽ സംയുക്തമായിട്ട് സമരവും റോഡ് പിക്കറ്റിംഗ് നടത്താൻ ഏതറ്റം വരെ നമ്മൾ പോകുന്നത്. എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ? എന്താണെന്ന് ഇന്നും നിലയിട്ടുള്ള എല്ലാ കൊല്ലം ആടാതെ ഒരു പാവം ഒരു മനുഷ്യനുണ്ടാവും വീട്ടില്. മൂപ്പറ് മോട്ടർ അടിച്ച് കൂടല. ഈ ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കല്ലാണ് അവിടെ കാണുന്നത്. വിശ്വനാഥ് താമസിക്കുന്ന ആൾക്കാർക്ക് കാരണം വെച്ചാൽ പയ്യോളി ഒരു ഓട്ടോറിക്ഷ പോയാൽ വിളിച്ചാൽ പോലും രാത്രി സമയങ്ങളിൽ വരുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷക്കാർ അതന്നെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ ഓട്ടോറിക്ഷക്കാർ പറയുന്നത് വെച്ചാൽ ഈ റോഡ് വളരെ മോശമാണ്. ബിസ്മി നഗർ ആണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. ഈ കുണ്ടും കുഴി കൂടി തന്നെ പോയിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടിയും കൊണ്ട് വീഴുക, ഓട്ടോറിക്ഷ പണി വരിക, പല പ്രശ്നങ്ങളും വന്നു പോയി. വളരെ മോശം റോഡാണ് പയ്യോളിയിലെ. വണ്ടിക്കാർക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാറ്റണോ? അതിനാണ് മുൻഗണന എടുക്കേണ്ടത്. ഇപ്പോൾ ഈ റോഡും ബിസ്മി റോഡും മീൻപെരിയ റോഡ് തീരെ പോകും. ഇന്നലെ കണ്ട ഒരു വീഡിയോ, 2 വീലർ ഒരു ഫാമിലി പോകുമ്പോൾ അവരെ ഫോൺ വീട് ഒരു തെരഞ്ഞു കിട്ടുന്ന വെള്ളം. ഇതാണ് പ്രശ്നം. ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ വണ്ടിക്കാരൊക്കെ പ്രശ്നമാക്കുക. അപ്പൊ അതിനൊട് പരിഹാരം തീർച്ചയായിട്ടും വേണം. റോഡ് അടിപൊളി റോഡല്ലേ? ഇറ്റാ പോയ പോലത്തെ റോഡ് പയ്യോളി മുനിസിപ്പാലിറ്റി വണ്ടി ആയി 2,700 രൂപ ഫ്രണ്ടിന്. ഞാൻ പ്രതിഷേധിക്കുന്ന ആൾക്കാർ നിങ്ങൾ പ്രതിഷേധിക്കണം. ഒരു കാര്യമില്ല ഇവിടെ. വലിയ വിഷമമാണ്. റോഡിന്റെ പ്രശ്നം ബിസ്മിനാറാണ് വരുന്നത്. അതുകൊണ്ടാണ് വണ്ടി വരാത്തത്. വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ പോലെ എത്തണം. വണ്ടിക്കാർക്ക് ഏത് സമയം വർഷാപ്പിൽ നിൽക്കാനാണ് സമയം. ഇതിപ്പോ അധികാരികളോട് നമുക്ക് പറയാനുള്ള ഇതിപ്പോ മഴക്കാലം സ്റ്റാർട്ടിംഗ് തന്നെ ഇത്രയും വെള്ളം ഇത്രയും പ്രശ്നങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. ദുരിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മയക്കും ഇതേ അവസ്ഥയാണ്. ജനങ്ങൾ കംപ്ലൈന്റ് പറയും, സ്റ്റേഷനിൽ പോവുക. നമ്മളെന്താ ചെയ്യുക? നമുക്ക് സ്റ്റേഷനിൽ പോയി ഫൈൻ അടക്കാനും പരാതി പറയാനേ സമയമുള്ളൂ. നമുക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ മുനിസിപ്പാലിറ്റിനോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇനി ഇതിപ്പോൾ മഴ സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയിപ്പം കുറച്ചും കൂടെ ആയാലും ഇവിടെ സ്കൂൾ കുട്ടികൾ പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകാൻ വേണ്ടി കല്ലിട്ടത് ഇതെല്ലാം ഇപ്പം വെള്ളം മുതൽ മുട്ട് വരെ വെള്ളം ഈ ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തടഞ്ഞ് ആക്സിഡന്റ് വരെ ഉണ്ടാവും. വണ്ടികൾക്ക് കല്ല് കാണാണ്ട് ഇതിനെ കൊണ്ട് ഇടിക്കും, മറന്നു പോകും. എന്തെങ്കിലും പറ്റിയിട്ട് ചെയ്യുന്നതിന് മുമ്പ് മുൻകൂട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്ത് തീർക്കുക. ജനങ്ങൾ മൊത്തം എന്താ പറയാൻ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നശിപ്പിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങളെ പ്രതിഷേധം കണ്ടത്. അതുപോലെ തന്നെ വണ്ടിക്കാരും എന്താ വരാത്തതിനുള്ള കാരണം അവർ പറയുന്നത്. ഇപ്പോൾ ജനങ്ങളാണ് ഇതിൽ പെട്ടതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും. അപ്പോൾ ഇതിന് തക്ക നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇതിന് ശക്തമായ പ്രതിഷേധം കാരണം ജനകീയ കൂട്ടായ്മ തന്നെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി വിനീതമായി അപേക്ഷിക്കുന്നു ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ.